Justice League 2 and 3 into a comic or an animated feature if someone gave you the wherewithal to do that? All that's possible. Don't what? Don't give me hope. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. വാർണർ ബ്രോസിന് വേണ്ടിയിട്ടുള്ള പാരമൗണ്ടിൻ്റെ നെറ്റ്ഫ്ലിക്സിൻ്റെ അടിയിൽ ഇപ്പോൾ ഒടുക്കം പാരമൗണ്ടിൻ്റെ അണ്ടറിലോട്ടാണ് മൊത്തം WBയും ചെന്ന് കയറി കൊടുത്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം ഏറെക്കുറെ എല്ലാവരും അറിഞ്ഞൊരു കാര്യമായിരിക്കുമല്ലോ. DC എങ്ങനെയെങ്കിലുമൊക്കെ കയറി വരാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വേറൊരു സൈഡിൽ കൂടെ വരും എന്നുള്ളതൊരു തുടർക്കാഴ്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്നൈഡറിന് സംഭവിച്ച പരിപാടിയെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. സോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പാരമൗണ്ടിൻ്റെ അണ്ടറിലോട്ട് പോയതിന് ശേഷമുള്ള ഒരു മെയിൻ പ്രശ്നമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം DCക്കല്ല, ജെയിംസ് ഗണ്ണിനാണ്. ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാക്ക് സ്നൈഡറിൻ്റെ സ്നൈഡർവേഴ്സ് ഉണ്ടല്ലോ, അത് വീണ്ടും DCയിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2027 വരെയാണ് നമ്മുടെ ജെയിംസ് ഗൺ CEO ആയിട്ട് DC മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിക്കുള്ള ഒരു ക്ലോഷറിലാണ് നമ്മുടെ ജെയിംസ് ഗൺ ഒപ്പ് വെച്ചിട്ടുള്ളത്. എന്നാൽ പോലും ഈ ഒരു 2027 മുമ്പേ ജെയിംസ് ഗൺ പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു പാരമൗണ്ടിന്റെ ഹെഡ് ടീമുമായിട്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടേഴ്സ് ആയിട്ടൊന്നും ജെയിംസ് ഗൺ അത്ര രസത്തിലല്ല. പോരാത്തിന് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു മേൽനോട്ടത്തിലാണ് ഈ ഒരു പാരമൗണ്ട് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത്. സോ പുള്ളിയുടെ പൊളിറ്റിക്കൽ അജണ്ടാസ് എല്ലാം ഈ ഒരു പടത്തിൽ, ഐ മീൻ ഈ പാരമൗണ്ടിന്റെ ബാനറിൽ വരുന്ന പടങ്ങളിൽ നല്ല രീതിക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ഒരു ഐഡിയോളജിയിൽ DCനെ വീണ്ടും കെട്ടിപ്പടുക്കാൻ നോക്കുന്ന ജെയിംസ് ഗണ്ണിന് ഈ പരിപാടി അത്രയ്ക്ക് രസിക്കാനായിട്ട് വഴിയില്ല. സോ ജെയിംസ് ഗൺ ഈസ് ഒഫീഷ്യലി ലുക്കിംഗ് എ വേ ഔട്ട് എന്നൊരു രീതിക്കാണ് ഇപ്പോൾ ഒരുപാട് ഇൻസൈഡേഴ്സിൽ നിന്നൊക്കെ വരുന്ന റൂമേഴ്സ് വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. നെറ്റ്ഫ്ലിക്സ് ആയിരുന്നെങ്കിൽ ഈ ഒരു കേസിൽ ഓക്കെ ആയിരുന്നു. അവരുടെ അണ്ടറിലോട്ട് പോയി കഴിഞ്ഞാൽ പടങ്ങൾ തിയേറ്ററിൽ വരും എന്നുള്ളൊരു കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. എന്നാൽ പോലും അവർക്ക് വേണ്ടത് മെയിനായിട്ട് ഒരുപാട് എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള പടങ്ങളാണ്. അത് ജെയിംസ് ഗണ്ണിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് കിട്ടിയാണ്. ഇതിപ്പോൾ ജെയിംസ് ഗൺ തന്റേതായിട്ടുള്ള ഒരു കോമിക് സെൻസ് പരിപാടികളൊക്കെ വെച്ച് കൃത്യമായിട്ടുള്ള ഒരു DCയുടെ റീബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ടാസ് മറ്റൊരു സൈഡിൽ കൂടെ വന്നിട്ട് കുറച്ചുകൂടെ പ്രഷറായിട്ട് ഈ ഒരു പരിപാടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുള്ളി ഇതിൽ നിന്ന് പുറത്തോട്ട് പോകാനാണ് ചാൻസ്. പുള്ളിക്കും അതായിരിക്കും ഇഷ്ടം. സോ കറന്റ് ഇപ്പോൾ മാൻ ഓഫ് ടുമോറോ സൂപ്പർമാൻ പടത്തിന്റെ വർക്കിലാണ് പുള്ളി മുഴുകിയിരിക്കുന്നത്. സോ ആ ഒരു പടത്തിനെ കൊടുത്തിട്ട് നൈസായിട്ട് ഈ ഒരു DCനോട് ബൈ ബൈ പറയാനുള്ള ഒരു മൈൻഡിലാണ് പുള്ളി ഇരിക്കുന്നത് എന്നുള്ളൊരു രീതിക്കാണ് റൂമേഴ്സ് വരുന്നത്. കാര്യം വിലവേശി മൊത്തത്തിൽ WBനെ നമ്മുടെ പാരമൗണ്ട് അങ്ങ് തൂക്കി. എന്നാൽ പോലും ഇതിന്റെ മൊത്തം ഒരു പ്രൊസീജിയർ എല്ലാം പൂർണ്ണമായിട്ട് കഴിയുവാനായിട്ട് ഒരു 7 തൊട്ട് 14 മാസം വരെ ഏകദേശം 2 വർഷത്തിനടുത്ത് വേണം. സോ ആ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു മാൻ ഓഫ് ടുമോറോ പടം എടുത്ത് വെച്ചിട്ട് നൈസായിട്ട് ജെയിംസ് ഗണ്ണിന് സീൻ വിടാനായിട്ട് പറ്റും. സോ ഇങ്ങനെ ഒരു ശ്രുതി നാട്ടി പരന്നതോടുകൂടി DC ഫാൻസിന് ഇരിക്കപ്പുറത്തി ഇല്ലാതായി. സോ ജെയിംസ് ഗൺ പുറത്തോട്ട് പോകുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട, സ്നൈഡറിനെ തിരിച്ചു കൊണ്ടുവരണം, സ്നൈഡർ വേഴ്സിനെ വീണ്ടും റീബൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അലമുറ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ബട്ട് സർപ്രൈസിംഗ്ലി അത് നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സ്നൈഡർ വേഴ്സ് വീണ്ടും നമ്മുടെ മുമ്പിലോട്ട് തിരിച്ചു വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ അടുത്ത് സ്നൈഡറുമായിട്ട് WBയുടെ കുറച്ച് ഒഫീഷ്യൽസ് ആയിട്ട് ചെറിയൊരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ സ്നൈഡറിനോട് സ്നൈഡർ വേഴ്സിനെ പറ്റിയിട്ടും ഈ ഒരു സ്നൈഡർ വേഴ്സിന്റെ ഭാവി ഇനി DCയിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ, ഇനി ഒരു പടം കാണാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ടെന്നും അതിന്റെ ചർച്ചകൾ നടക്കുവാണെന്നുള്ള രീതിക്കുള്ള മറുപടിയാണ് സ്നൈഡർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ, ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഒരിക്കലും സ്നൈഡറിന്റെ ബേസിൽ ആ ഒരു സ്നൈഡർ വേഴ്സിന്റെ ലൈവ് ആക്ഷൻ പ്രതീക്ഷിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. അത് ഒരു തരത്തിൽ നടക്കാനായിട്ട് ചാൻസ് ഇല്ല. ബട്ട് വേറെ ഏതെങ്കിലും ഒരു ഫോമിൽ ഒരു ആനിമേറ്റഡ് എന്നുള്ള ഒരു രീതിക്കൊക്കെ ഇത് വീണ്ടും DCയിലോട്ട് തിരിച്ചു വരാൻ നല്ല രീതിക്ക് ഒരു ചാൻസ് ഉണ്ട്. സോ എന്തുകൊണ്ട് ലൈവ് ആക്ഷൻ നടക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളില്ല. അതിന്റെ മെയിൻ കാര്യം ബാറ്റ്മാനായിട്ട് ബെൻ അഫ്ലെക്കും അക്വാമാനായിട്ട് ജേസൺ മാമോയും ഇനി തിരിച്ചു വരില്ലെന്നും അവർ റിട്ടയർ ആയെന്നും അവർ ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ആ കേസ് നോക്കണ്ട. എസ്രാ മില്ലർ തിരിച്ചു വരുന്ന കാര്യത്തെ പറ്റി ആലോചിക്കുക വേണ്ട. പുള്ളിനെ വെച്ചിട്ട് ആ ഒരു 4-5 പടം തന്നെ എടുക്കാനായിട്ട് സ്നൈഡർ പെടാപ്പാടാണ് പെട്ടത്. സോ പുള്ളിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു നൈറ്റ് മെയർ തന്നെയായിരിക്കും പുള്ളിക്ക്. സോ അതും വിട്ടേക്ക്. ഇനി ഗാൽ ഗഡോട്ടിന്റെ വണ്ടർ വുമന്റെ കേസിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഹോളിവുഡിൽ പുള്ളിക്കാരിക്കെതിരെ കുറേ സ്ട്രോങ് അജണ്ടാസും പരിപാടികളൊക്കെ പോകുന്നുണ്ട്. മൊത്തത്തിൽ ഒരു പൊളിറ്റിക്കൽ ഹേറ്റ് തന്നെ പുള്ളിക്കാരിക്കെതിരെ വന്നിട്ടുണ്ട്. സോ പുള്ളിക്കാരിയും റിട്ടേൺ ആവുന്ന കാര്യത്തിൽ സംശയമാണ്. പിന്നെ ആകെപ്പാടുള്ളത് ഒരു സൂപ്പർമാനാണ്, ഹെൻറി കാവിലാണ്. പുള്ളിക്കാണെങ്കിൽ നല്ല രീതിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആശിച്ചാണ് ആ ഒരു ബ്ലാക്ക് ആഡം പടത്തിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൊക്കെ പുള്ളി ഇനി വീണ്ടും സൂപ്പർമാനായിട്ട് റിട്ടേൺ ആവുന്നൊക്കെ പറഞ്ഞ് വന്ന പുള്ളിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പ് ജൂണിൽ എന്ന് പറയുന്ന കൂട്ടി നൈസായിട്ട് വെറും കൈയോടെ അങ്ങ് തിരിച്ചയച്ചു. അങ്ങനെ മനസ്സ് നോവിച്ചു വിട്ട ഒരു ഹെൻറി കാവിലും ഇനി തിരിച്ചു വരാനായിട്ട് ചാൻസസ് ആർ വെരി ലോ എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് ആരും തന്നെ സീനിൽ ഇല്ലാത്ത ഈ ഒരു നിലയ്ക്ക് ആ ഒരു ആനിമേറ്റഡ് വേർഷനിൽ ഈ ഒരു സ്നൈഡറിന്റെ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാമെന്നുള്ളൊരു രീതിക്ക് ആനിമേറ്റഡ് വേർഷനിൽ അത് കൊണ്ടുവരുന്നത് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. പാരമൗണ്ടിന്റെ ഒരു സൈഡിൽ കൂടെ ഈ ഒരു ജെയിംസ് ഗൺ പടച്ചു വെച്ചിട്ടുള്ള ആ ഒരു DCU ജെയിംസ് ഗൺ പുറത്ത് പോയാലും ഇല്ലെങ്കിലും ജെയിംസ് ഗണ്ണിന്റെ ഒരു ഫുള്ള് റൂട്ട് മാപ്പ് ഉണ്ട്. DCU എന്തിനു നോക്കിയാണ് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പോൾ ജെയിംസ് ഗൺ ഇല്ലെങ്കിലും ആ ഒരു റൂട്ടിൽ തന്നെയായിരിക്കും DCU പോവുക. ആൻഡ് സെയിം ടൈമിൽ അപ്പുറത്തെ സൈഡിൽ നമുക്ക് സാക്ക് സ്നൈഡറിന്റെ ആ ഒരു സ്നൈഡർ വേഴ്സ് എന്നുള്ള ഒരു വിഷനും കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് സെപ്പറേറ്റ് വേറെ എഫേർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യവും ഇല്ല. കാര്യം ഓൾറെഡി ഈ ഒരു സ്നൈഡർ വേഴ്സിന്
യൂണിവേഴ്സിൻ്റെ മൊത്തം റൂട്ട് മാപ്പും പുള്ളിയുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. സോ ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ കണക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സ്നൈഡറിന് കൃത്യമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. സോ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് അങ്ങ് പോയാൽ മാത്രം മതി. സോ ലൈവ് ആക്ഷനിലോട്ട് നമ്മൾ നോക്കുമ്പോൾ സാക് സ്നൈഡറിൻ്റെ ഒരു ജസ്റ്റിസ് ലീഗ് പടം വരെയുള്ള പുള്ളിയുടെ ഒരു ഡ്രീം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം പുള്ളി എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതെന്ന് നോക്കുമ്പോൾ ജസ്റ്റിസ് ലീഗിന്റെ സെക്കൻഡ് പാർട്ടിന് മുമ്പ് പുള്ളിയുടെ മൈൻഡിലുണ്ടായിരുന്ന ആദ്യത്തെ പടം എന്ന് പറയുന്നത് ബാറ്റ്മാൻ വേഴ്സസ് ഡെത്ത് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. ഇതിന്റെ ഒരു അടിത്തറ പുള്ളി ആ ഒരു ജസ്റ്റിസ് ലീഗ് പടത്തിൽ തന്നെ പാകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ലെക്സ് ലൂഥർ ഡെത്ത് സ്ട്രോക്കിനെ ഹയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് നമുക്ക് ജസ്റ്റിസ് ലീഗിന്റെ ആ ഒരു ക്ലൈമാക്സ് പോർഷനിലായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു ഗതിക്ക് ഇവരെ രണ്ടുപേരെ നേരെ വരുന്ന രീതിയിൽ ബാറ്റ്മാനും ഡെത്ത് സ്ട്രോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പടമായിരുന്നു പുള്ളിയുടെ മൈൻഡിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു പടം. ആൻഡ് ഈ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ആൻഡ് ബെൻ അഫ്ലെക്ക് തന്നെയാണ് ഈ ഒരു പടം ഡയറക്ട് ചെയ്യാനായിട്ട് മുമ്പോട്ട് വരുന്നത് എന്നുള്ള രീതിക്കുള്ള റൂമേഴ്സ് ആണ് വരുന്നത്. സോ ആ ഒരു പടം നമുക്ക് മിസ്സായി പോയി. അതിനുശേഷം മാൻ ഓഫ് സ്റ്റീലിന്റെ ഒരു സീക്വൽ എന്ന നിലയ്ക്ക് നമ്മുടെ ഹെൻറി കാവിലിനെ വെച്ച് തന്നെ മാൻ ഓഫ് ടുമാറോ എന്നുള്ള ഒരു പടമായിരുന്നു പുള്ളിയുടെ ബക്കറ്റ് ലിസ്റ്റിലെ അടുത്ത പടം. ആൻഡ് ഇപ്പോൾ മാൻ ഓഫ് ടുമാറോ ഓൾറെഡി നമ്മുടെ ജെയിംസ് ഗൺ എടുക്കുന്ന നിലയ്ക്ക് ആ ഒരു പടം വേറൊരു വേർഷനിൽ നമുക്ക് ജെയിംസ് ഗണ്ണിന്റെ വിഷനിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ആൻഡ് സൈബോർഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് പിന്നെ പുള്ളിയുടെ ലിസ്റ്റിലുള്ളത്. ആൻഡ് ഈ ഒരു സൈബോർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നല്ല രീതിക്ക് പുഷ് ചെയ്ത് ആ ഒരു മൊത്തം യൂണിവേഴ്സിൽ, ഐ മീൻ ഒരു ജസ്റ്റിസ് ലീഗിന്റെ ആ ഒരു യൂണിവേഴ്സിൽ പുള്ളിയെ ഒരു ഹാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് എന്നുള്ള ഒരു രീതിക്ക് പുഷ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു സ്നൈഡറിനുണ്ടായിരുന്നത്. സ്നൈഡറിന്റെ ആ ഒരു വിഷനും ആ ഒരു ജസ്റ്റിസ് ലീഗ് പടത്തിൽ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. വിക്ടറിന്റെ ആ ഒരു സൈബോർഗ് ക്യാരക്ടറിന് കിട്ടിയിരിക്കുന്ന ഒരു ബാക്ക് സ്റ്റോറിയും പരിപാടികളൊക്കെ അത്രമേൽ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിക്ക് എന്നുള്ള ഒരു രീതിക്കായിരുന്നു സ്നൈഡർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അതും ഏറെക്കുറെ മിസ്സായി പോയി നമുക്ക്. പിന്നെ മെയിൻ തലയായിട്ടുള്ള ഡാർക്ക് സൈഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു ദ ന്യൂ ഗാഡ്സ് എന്ന പേരിൽ പുള്ളി ഇറക്കാനായിട്ട് വിചാരിച്ചിരുന്നത്. അതിനുശേഷം ഫ്ലാഷിനെ ബേസ് ചെയ്തിട്ട് ഫ്ലാഷ് പോയിന്റിന്റെ ആ ഒരു കോമിക്കും സിനിമയാക്കാനായിട്ടുള്ള ഐഡിയ പുള്ളിക്കുണ്ടായിരുന്നു. അത് നമുക്ക് ഓൾറെഡി ആ ഒരു ജസ്റ്റിസ് ലീഗിൽ കാണാനായിട്ട് പറ്റും. ഫ്ലാഷ് നമ്മുടെ ഫ്യൂച്ചറിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ബാറ്റ്മാനെ വാൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഒക്കെ അതിൽ പോകുന്നതായിട്ട് കാണാൻ പറ്റും. സോ അതൊക്കെ പുള്ളിയുടെ ആ ഒരു ഐഡിയയുടെ ചെറിയ ചെറിയ നുറുങ്ങുമണികളായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റിസ് ലീഗിൽ വെതറിയത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ ഒരു യൂണിവേഴ്സ് എൻഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്മാൻ അവസാനം ആ ഒരു ഫൈനൽ ബാറ്റിൽ സാക്രിഫൈസ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. ആൻഡ് അതിനുശേഷം സൂപ്പർമാന്റെ മോൻ അടുത്ത ബാറ്റ്മാനായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് എൻഡ് നോട്ടിലാണ് മൊത്തം ആ ഒരു യൂണിവേഴ്സും അവസാനിക്കുന്നത്. നടക്കാതെ കുഴിമടത്തി കയറിയ ഒരു യൂണിവേഴ്സിനെ പറ്റി ഞാൻ ഇത്രയധികം പറയേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക് സ്നൈഡറിന് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ്, ഈ ഒരു യൂണിവേഴ്സ് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് നല്ല രീതിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച ആ ഒരു ഐഡിയ പുള്ളിയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ആനിമേറ്റഡ് വേർഷനിലോട്ട് വരുമ്പോൾ ലൈവ് ആക്ഷനിൽ നിന്ന് കൊണ്ടുവരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു രീതിക്ക് ഇപ്പോൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമായിരിക്കും. ആക്ച്വലി ആനിമേറ്റഡ് പടങ്ങളെല്ലാം നിരനിരാന്ന് 1 ബില്യൺ അടിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. ആ ഒരു സമയത്ത് DC-യിലെ ഇത്ര കണ്ട് പേര് കൊണ്ട ക്യാരക്ടേഴ്സിനെ വെച്ച് സാക് സ്നൈഡർ തന്നെ പണ്ടുന്ന ആ ഒരു സ്നൈഡേഴ്സ് പടങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏതൊരു രീതിക്ക് മുമ്പോട്ട് പുഷ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. പാരമൗണ്ടിന് എങ്ങനെ നോക്കിയാലും ഇതൊരു ലോട്ടറിയാണ് നടന്നു കഴിഞ്ഞത്. അതായത് എങ്ങനെയാണോ HBO മാക്സിന് ആ ഒരു സാക് സ്നൈഡറിന്റെ വേർഷനിലുള്ള സ്നൈഡർ കട്ട് ജസ്റ്റിസ് ലീഗ് പുറത്ത് വന്നപ്പോൾ എത്ര കണ്ട് പുഷിങ് കിട്ടിയോ അത് കൂട്ടൊരു പരിപാടിയായിരിക്കും ഇവിടെ പാരമൗണ്ടിനും കിട്ടാൻ പോകുന്നത്. സോ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പാരമൗണ്ട് നോക്കേണ്ടതാണ്. അപ്പുറ സൈഡിൽ സാക് സ്നൈഡർ ഫുൾ ഓണാണ്. പുള്ളിക്ക് ആ ഒരു വിഷൻ, പുള്ളിയുടെ ആ ഒരു ഡ്രീം എങ്ങനെയെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യണമെന്ന് നല്ല രീതിക്ക് ആഗ്രഹമുണ്ട്. സോ ആ ഒരു ഗതിക്ക് രണ്ട് ഫോഴ്സസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സംഭവം നടക്കാൻ ചാൻസ് ഉണ്ട്. 5-6 വർഷത്തേക്ക് എങ്ങാണ്ട് നെറ്റ്ഫ്ലിക്സുമായിട്ട് എന്തോ ഒരു ഡീലിങ്ങിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുമായിരുന്നു നമ്മുടെ സാക് സ്നൈഡർ. സോ അതിനുശേഷം പുള്ളി ഇപ്പോൾ ആ ഒരു ഡീലിൽ നിന്നും പുറത്തോട്ട് വന്നിട്ടുണ്ട്. സോ പുള്ളി ഇപ്പോൾ ഫുൾ ഫ്രീ ആണ്. സോ ആ ഒരു ഗതിക്ക് നോക്കാം. സോ ജെയിംസ് ഗൺ പുറത്തോട്ട് പോയില്ലയോ എന്നുള്ളൊരു കാര്യം എന്തായാലും ആ ഒരു മാൻ ഓഫ് ടുമാറോ സൂപ്പർമാൻ പടത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് വരുന്ന റിപ്പോർട്ട്സും പരിപാടികളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ചെറുതായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടേണ്ടതാണ്. സോ പുള്ളി പുറത്തോട്ട് പോയാലും ഇല്ലെങ്കിലും വേറൊരു സൈഡിൽ കൂടെ സാക് സ്നൈഡറിന്റെ ഒരു വേർഷൻ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ലൈവ് ആക്ഷൻ എന്തായാലും നോക്കിയിരിക്കേണ്ട, അതിനൊട്ടും തന്നെ ചാൻസ് ഇല്ല. ഓൾറെഡി ഇപ്പം തന്നെ DCUവിൻ്റെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. പിന്നെ മാറ്റ് റീവ്സിന്റെ ബേസിൽ ബാറ്റ്മാനെ വെച്ചിട്ട് വേറൊരു യൂണിവേഴ്സ് ഉണ്ട്. അതിന്റെ കൂടെ വീണ്ടും ഒരു ലൈവ് ആക്ഷൻ യൂണിവേഴ്സ് എന്ന് പറയുന്നത് DC മുമ്പോട്ട് വെക്കുന്ന ഒരു ചാൻസ് ആയിരിക്കത്തില്ല. സോ സ്നൈഡർ ഫാൻസിനും സ്നൈഡേഴ്സിനും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മുമ്പിലുള്ള ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഓൺലി ഓപ്ഷൻ എന്ന് പറയുന്നത് ആ സ്നൈഡേഴ്സിന്റെ ഒരു ആനിമേറ്റഡ് വേർഷൻ തന്നെയാണ്. സോ അത് വരുമോ തന്നെ വിചാരിക്കാം. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു വേർഷനിൽ ആനിമേറ്റഡ് വേർഷനിൽ സ്നൈഡേഴ്സിന്റെ ആ ഒരു പ്രൊജക്ട്സ് കാണാനായിട്ട് നിങ്ങൾ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ള ഒരു കാര്യങ്ങളും ജെയിംസ് ഗൺ ഈ ഒരു DCU വിട്ട് പോയി കഴിഞ്ഞാലുള്ള DCUവിന്റെ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകളും പരിപാടികളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു ഞാൻ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.